ഇല്ല മാം ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു ഇത് തോന്നിയായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന നീറ്റിലായിരുന്നു. മുഖത്തിന് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് ഇപ്പം ദിവ്യ 3-4 ദിവസമായി പുറത്തിറങ്ങിയിട്ട് ജോലിക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നമ്മളുടെ മുഖമാണ്. അത് മാത്രമല്ല ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇവർ ഈ ഓഫറിനൊക്കെ കൊടുക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമ മൈതാനത്തിൻ്റെ അടുത്താണ്. ആദ്യമായി ഒരു കാര്യം പറയട്ടെ, മുഖസൗന്ദര്യം ഏതൊരു മനുഷ്യൻ്റെയും കോൺഫിഡൻസ് ആണ്. അത് കാരണമാണല്ലോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 10,000-കണക്കിന് ബ്യൂട്ടി പാർലറുകൾ കൂണ് മുളയ്ക്കുന്ന പോലെ മുളച്ചു വരുന്നത്. നമ്മൾ ഇവിടെ വരാൻ ഇടയായ ഒരു സാഹചര്യമുണ്ട്. എനിക്കൊരു വീഡിയോ കിട്ടിയിരുന്നു, ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ഒരു ഡോക്ടറാണ്. അപ്പം അതിനകത്ത് ഈ കൊല്ലം കടപ്പാക്കടയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്ത ഒരു യുവതിക്ക് സംഭവിച്ച ഒരു പ്രശ്നമായിരുന്നു. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത് ആ ഒരു യുവതിയാണ്. എന്താണ് പേരെന്തായിരുന്നു? ദിവ്യയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ദിവ്യക്കാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. ദിവ്യ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? നന്നോട്ട്. ഇത് ഞാന് ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന സമയത്ത് ഇതുപോലെ ഒരു ആഡ് ഞാൻ കണ്ടു. അതിനകത്ത് കിടക്കുന്നത് ഹൈഡ്രാ ഫേഷ്യലിനെ പറ്റിയിട്ട് ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് കോൾ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ചെയ്താൽ എന്താണ് യൂസ്, അപ്പം എന്തൊക്കെ പ്രോഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി. ഒരു 6 മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഏകദേശം 8 മണി വരെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവര് സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 8 മണിയായപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. 8 മണിയായപ്പോൾ അവർ പറഞ്ഞു ഇല്ല, സ്റ്റാഫുകളൊക്കെ പോകാൻ തുടങ്ങി, ഇനിയിപ്പോൾ പാടാണ്. അങ്ങനെ ഞാൻ അന്ന് ചെയ്യാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ശനിയാഴ്ച വീട്ടിൽ പോയി. പക്ഷെ ഇപ്പൊ ആലോചിക്കുന്ന അന്ന് പിന്നെ വീണ്ടും അടുത്ത ദിവസം തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നല്ലോ എന്ന് പിന്നെ ആലോചിച്ചു. അങ്ങനെ ഞാൻ സൺഡേയും 6 മണിക്ക് വീണ്ടും ഞാൻ അവിടെ പോവാൻ 5 മണിക്കാന്ന് തോന്നുന്നു. 5-5:30 ആകുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെല്ലുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറയും നമ്മുടെ ഈ ആഡിനകത്ത് കിടക്കുന്നത് 1500 രൂപയാണ് ഹൈഡ്രാ ഫേഷ്യൽ. അതിന്റെ കൂടെ ഇത് എന്തോന്ന് ആഡ് ചെയ്തിട്ട് 500 കൂടെ 2000 രൂപ. അപ്പം അതാണ് ഞാൻ പറഞ്ഞ് അവരുടെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 5000 രൂപയുടെ വേറെ ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ അത് മാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടം വരെ വരണ്ടല്ലോ, നേരത്തെ പറയാൻ എന്താന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തോ എനിക്കൊരു ഡൗട്ട് തോന്നി. ഇവര് സ്റ്റാഫുകളെല്ലാം കൂടെ തമ്മിലൊരു സംസാരമൊക്കെ. അപ്പൊ എനിക്ക് അപ്പോഴേ എന്തോ ഒരു ഡൗട്ട് തോന്നി, എന്താ ഇവര് പറയുന്നത് എന്നൊക്കെയുള്ള സംഭവം. അങ്ങനെ ഞാന് 1500 ആഡ് കണ്ടിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവര് അത് അത്ര ബെനിഫിറ്റ് അല്ല, നമുക്ക് 5000-ന്റെ ചെയ്യാം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഞാൻ അപ്പോഴേ എനിക്കൊരു ഡൗട്ട്, എന്താണ് ഇവര് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു ക്വാളിറ്റി, അപ്പം പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി മറ്റേതാണ് നല്ലതെന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ ഇതിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പോണോ? അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ അടിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്തോട്ട് ഇല്ല മാം ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഒരു ഇത് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴേ എനിക്ക് മുഖം എല്ലാം നല്ല നീറ്റലുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇത് ഇങ്ങനെ ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു മെഡിസിൻ എടുക്കുകയാണെങ്കിലും അല്ല എന്താണെങ്കിലും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമല്ലോ. ഇതൊന്നും ഇല്ലാതെ ഇവര് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മുഖം മൊത്തം ഭയങ്കര റെഡിഷ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കര ചൊറിച്ചില്, രാത്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര സീനായി. അപ്പൊ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഐസ് ക്യൂബ്സ് വെച്ചാൽ മതി ഇപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും, ഐസ് ക്യൂബ്സ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ചു. ഒട്ടും കുറയുന്നില്ല. അടുത്ത ദിവസം എനിക്ക് തിരിച്ച് ട്രിവാൻഡ്രത്ത് പോകാനുള്ളതാണ്. അപ്പം എനിക്ക് ലീവ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കാരണം കൊണ്ട് എനിക്ക് ഇപ്പം കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് ഓഫീസിലും പോകാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ അതുപോലെ കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ല ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവര് പറഞ്ഞത് കുറെ മരുന്ന് തന്നിട്ട് ഇവര് പറഞ്ഞു അത് കഴിച്ചു നോക്ക്, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, ഇത് ഇവരെന്തൊക്കെ എന്താണ് യൂസ് ചെയ്തത് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഇതൊന്ന് ജസ്റ്റ് നോക്ക്, കുറവില്ലാന്നുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ചൊവ്വാഴ്ചയാണ് നീ വീണ്ടും ചെല്ലാൻ പറഞ്ഞത്. അല്ല അപ്പം ഈ ഇവരെന്താണ് കോണ്ടാക്ട് ചെയ്തത്? നമ്മുടെ ഈ ബ്യൂട്ടി പാർലറുകാർ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് പറയുന്നത്? ഇത് ആദ്യം ഇതിന്റെ ഇങ്ങനെ വന്ന സമയത്ത് നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് അവര് പറയുന്നത് എനിക്കെന്തോ അലർജിയാണ്, അതാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു സംസാരം വന്നപ്പോഴാണ് നമുക്കതൊരു
നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഒരിക്കലും ഓക്കെ, എനിവേ അപ്പം ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഫേസിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ എന്തെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്ട് ഉള്ള ബോഡി ആണെന്നോ സ്കിൻ ഡോക്ടർ പറഞ്ഞിരുന്നു? ഇല്ല, കാരണം ഇതുവരെ എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ഇതിനു മുമ്പ് ഇതുപോലുള്ള ഫേഷ്യല് ബ്യൂട്ടി പാർലറിൽ പോവുകയോ ഇങ്ങനെയുള്ള ഫേഷ്യൽ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ചെയ്തു. പക്ഷെ ഹൈഡ്രാ ഫേഷ്യൽ ആദ്യമാണ്. ഹൈഡ്രാ ഫേഷ്യൽ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അന്ന് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമല്ലോ, അന്നും ഈ ഇതുപോലുള്ള ചോർച്ചയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ എവിടെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അവരെന്തെങ്കിലും ഒരു സാധനം ആദ്യം നമ്മൾ കയ്യില് ജസ്റ്റ് ഒന്ന് നോക്കും, കയ്യിലൊന്ന് ജസ്റ്റ് അവര് നോക്കിയിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും അവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻജെക്ട് ചെയ്ത് നോക്കുമല്ലോ കുറച്ച് നേരം മെഡിസിൻ. ഇതിപ്പോ അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, ഒരു മരുന്നിനും എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു അലർജി ഒന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തോണ്ടാക്കില്ല. മറ്റേ കണ്ണിലൊക്കെ ഒരു സാധനം വെച്ച് മറച്ചില്ല, ഒരു സെൻസർ പോലൊരു സാധനം വെച്ച് മറ്റേ അടിക്കുന്നില്ല, ആ സാധനമല്ലേ ഹൈഡ്രാ ഫേഷ്യൽ? നമുക്ക് ഇത് തുടക്കത്തിൽ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നീറ്റൽ പോലെ അനുഭവപ്പെട്ടിരുന്നു. ഉറപ്പായിട്ടും എനിക്ക് ഇവര് ഒരു പാക്ക് ഇട്ട സമയത്ത് എനിക്ക് ആദ്യം പാക്ക് ഇട്ടായിരുന്നു, അപ്പോഴേ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ സ്കിന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന, നീറ്റലായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞു ഇത് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഉണ്ടാവുമെന്നാ അവര് പറഞ്ഞു. എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇത് ആദ്യം തന്നെ ഞാൻ ഈ ആഡ് കണ്ടപ്പോ ഞാൻ ഹൈഡ്രാ ഫേഷ്യലിനെ പറ്റി എന്നാണ് വിളിച്ചു ചോദിച്ചത്. ഇത് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമോ എന്നാ ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പൊ കാരണം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നമ്മള് എന്താ പറയാ കുറച്ച് വൃത്തിയാകണം, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവണം, നമ്മള് അങ്ങനെ പോകുന്നത്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമ്പോ തീർച്ചയായും നമുക്ക് അത് മാത്രമല്ല, ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇവർ ഈ ഓഫറിനൊക്കെ കൊടുക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ്. നമ്മളെ ഡോക്ടർ ആക്ച്വലി എന്താണ് ഇപ്പം പറയുന്നത്, നമ്മൾ സ്കിൻ ഡോക്ടർ എന്താണ് പറയുന്നത്? സ്കിൻ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പം അവർക്കിപ്പോ എന്താണ് അവിടെ അവര് യൂസ് ചെയ്തതെന്ന് ഇപ്പൊ ഡോക്ടർക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ എനിക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് മരുന്ന് തന്നു, മെഡിസിൻ കഴിക്കാനുള്ളതും അല്ലാതെ ഓയിന്റ്മെന്റും തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്രയും ക്ലിയർ ആയത്. ഇപ്പൊ ഞാൻ അത്യാവശ്യം ഇന്നിപ്പോ ഞാൻ പുറത്തിറങ്ങിയതാണ്. ഇതുവരെയും എനിക്ക് പുറത്തിറങ്ങാൻ, എനിക്ക് ഓഫീസിൽ പോലും എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ തന്നെ വലിയ മാനസിക വിഷമമായിരുന്നു. നമുക്ക് അങ്ങനെ ആണല്ലോ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് അടുത്ത് നിങ്ങൾ എന്ത് നടപടിയിലേക്കാണ് പോയത്? ഞാനിപ്പോ കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനില് കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫയൽ ചെയ്തിട്ട് ഇപ്പം 2 ദിവസം ആയെന്നാണ് തോന്നുന്നത്. അപ്പൊ അവിടെ നിന്ന് വിളിക്കുകയോ വിളിച്ചിട്ടില്ല, ഈ ആഡ് കണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ ആഡ് കണ്ടത് ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നു? അത് ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടുമായിരുന്നു ചെയ്ത്, ഒരു സ്ക്രീൻഷോട്ട് അത് വെച്ചിട്ടാണ് ആ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്തായാലും ഇങ്ങനെ സംഭവിച്ചു, ഇനി വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഓഫറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണെന്നാണ് ഇങ്ങനെ ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇനിയുള്ള ആളുകൾക്ക് ഇപ്പൊ അവരുടെ ഓഫർ ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഞാനൊരു ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അത് കണ്ടിട്ട് എനിക്ക് 2-3 പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് ഈ സെയിം ഓഫറിൽ തന്നെ പോകാനിരുന്നതാണ്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ദയവേത് എനിക്ക് മാക്സിമം പറയാനുള്ളത്, മറ്റുള്ളവർ ഇത് കണ്ടിട്ട് വഞ്ചിതരാകാതിരിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് പറയാൻ. ഇതിപ്പം നമ്മള് ഈ ബ്യൂട്ടി പാർലർ ഏതായിരുന്നു ഇതേവരെയും പറഞ്ഞിട്ടില്ല. അപ്പം നാച്ചുറൽസ് കൊല്ലം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, കടപ്പാക്കടയാണ്. അവർക്ക് എതിരെയാണ് നമുക്കിപ്പം ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇതിന്റെ പുറകിൽ കേസും കാര്യങ്ങളുമായിട്ട് ദിവ്യ പോകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ ഓഫറുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങും. എന്താ നിസാര പൈസയ്ക്ക് ഈ പറഞ്ഞ അൾട്രാഫേഷ്യലൊക്കെ ചെയ്യാം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മളുടെ ഈ മുഖം എന്ന് പറയുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ ചെറിയ പൈസയ്ക്കൊക്കെ പോയി ഈ പറഞ്ഞ അൾട്രാഫേഷ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുഖത്തിന് എന്തെങ്കിലും പറ്റിപ്പോയിട്ട്, ഇപ്പം ദിവ്യ 3-4 ദിവസമായി പുറത്തിറങ്ങിയിട്ട് ജോലിക്ക് പോയിട്ട്, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് നമ്മളുടെ മുഖമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന അൾട്രാഫേഷ്യലിലെങ്ങും പോയി ചാടാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം തുടർ നടപടികളുമായിട്ട് ദിവ്യ മുന്നോട്ട് പോകുമെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമ്മളും ഇതിന്റെ കാര്യങ്ങളൊക്കെ ദിവ്യയോട് തിരക്കി അന്വേഷിക്കുന്നതാണ്.